അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. 2016 മുതൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെട്ടത് 118 പേർ. ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങൾ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് കൊല്ലം ജില്ലയിൽ 21 പേരാണ് മരിച്ചത്. തിരുവനന്തപുരം 16, പാലക്കാട് 13, ആലപ്പുഴ 12, തൃശൂർ 11, എറണാകുളം 9, കോഴിക്കോട് 9, പത്തനംതിട്ട 7, കണ്ണൂർ 7, മലപ്പുറം 4, ഇടുക്കി 3, വയനാട് 3, കോട്ടയം 2, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മരണനിരക്ക്. 1.25 വയസ്സുള്ള പിഞ്ചു കുഞ്ഞു മുതൽ 90 വയസ്സുള്ള വയോധിക വരെ ഈ കാലഘട്ടത്തിൽ തെരുവുനായുടെ കടിയേറ്റ് മരണപ്പെട്ടു. 10 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികൾ, 10 മുതൽ 20 വയസ്സ് വരെയുള്ളവർ 9, 30 വരെ 6, 40 വരെ 17, 50 വരെ 24, 60 വരെ 27, 70 വരെ 15, 80 വരെ 4, 80-ന് മുകളിൽ പ്രായമുള്ളവർ 3 എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ പ്രായം. ആരോഗ്യ കേരളം ലോക മോഡൽ എന്ന് അവകാശപ്പെടുമ്പോഴും പേവിഷബാധയേറ്റ 95% പേർക്കും വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയാണ് ഈ കാര്യങ്ങൾ നോക്കാൻ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ മറുപടി പ്രകാരം പഞ്ചായത്ത് വകുപ്പിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ഇത്തരം മരണങ്ങൾക്കും ചികിത്സാ ചെലവിനും നഷ്ടപരിഹാരം നൽകുന്നില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ ലഭിച്ച കേസിൽ കോടതി നിർദ്ദേശിച്ചതിന് പ്രകാരം രൂപീകരിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്കായി നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി വന്നിരുന്നത്. എന്നാൽ സിരിജകൻ കമ്മിറ്റി തുടരണോ വേണ്ടിയോ എന്ന് നിർദ്ദേശിക്കാതെ കേസ് സുപ്രീം കോടതി തീർപ്പാക്കിയതിനാൽ കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു. പകരം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രേ ഡോഗ് വിക്ടിം കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഫലത്തിൽ തെരുവുനായ ആക്രമിച്ചാൽ സ്വന്തമായി ചികിത്സിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ. എന്നാൽ തൊട്ടടുത്ത കർണാടകയിൽ തെരുവുനായ ആക്രമിച്ച് മരണപ്പെട്ടാൽ സർക്കാർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.